കുറച്ച് സ്പേസ് കൊണ്ട് എല്ലാം കൊണ്ടൊന്നും എല്ലാ സാധനവും കൊണ്ട് മുഖത്ത് വെച്ച് ക്യാമറയിൽ എടുക്കണോ? അയാൾക്ക് എന്താ ഇത്ര വിരോധം നിന്നോട്? അതൊക്കെ പറയാന്ന് വെച്ചാ ഒത്തിരി ഉണ്ട്. എന്താ പറയാ, ഞങ്ങളെ 6 month ആനിവേഴ്സറി ആയിരുന്നു കേസിന്ന്. നീ മരിച്ചില്ലേ? ഇല്ലെന്നേ. പക്ഷെ ഞാനത് മറന്നുപോയി. എനിക്കാണെങ്കിൽ ഈടായിട്ട് ഓർമ്മശക്തി തീരെയില്ല. ഒന്നും പേടിക്കണ്ട, ഒരു കുഴപ്പമില്ല. തന്നെ കിട്ടുന്നില്ല, കുറച്ചങ്ങോട്ട് നിൽക്കുക. ഇവിടെ വാ. I told you don't touch me. എന്റെ പൊന്നെ, എനക്കെന്താ പ്രശ്നം ബേബി? കൊറേ നേരമല്ലേ ഇയാൾ ഇന്ന് കഥകളി കളിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാ പറ. പ്രശ്നം നിനക്ക് അറിഞ്ഞൂടാ. ഞാൻ പിന്നെടുക്കാം. എന്റെ ചൂത്രമൊന്നും നമ്മളെടുത്ത് വേണ്ട. എനിക്കിപ്പോ ഒരു മൂഡില്ല ക്യാമറയും കൊണ്ട് പോവെന്റെ ഫേസ്. അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവുക? എന്റെ ബേബിക്ക് മൂഡില്ല എന്നൊക്കെ പറയുന്നുണ്ട്. സാലി കളിക്കല്ലേ സാലി, ക്യാമറ കൊണ്ട് പോവാൻ ഞാൻ പറഞ്ഞു. ചേട്ടാ, ഇത് വലിയ ശല്യമായല്ലോ. തനിക്ക് വേറെ ഒരു ജോലിയില്ലേ? നമ്മുടെ ഒരു പ്രധാന ജോലി ഇതാണ്. എപ്പോഴും ഫണ്ണല്ലോ ഇത്. നാണം കൊണ്ടാണോ? എപ്പോഴും ഫണ്ണല്ല. ഇറ്റ്സ് നോട്ട് കൂൾ. ഓക്കെ, അതെ, മനുഷ്യന്റെ ക്ഷമയ്ക്കൊക്കെ ഒരു അതിരുണ്ട്. ഇറ്റ്സ് നോട്ട് കൂൾ. ഓക്കെ, സാലി ഒരുമാതിരി കുറച്ചും കൂടെ ഒന്ന് മെച്ചുവർ ആയിട്ട് ഇതാക്കി ഇങ്ങനെ കളിച്ചിരിക്കല്ലേ. താനൊരു മണ്ടനാന്ന് സർവരും പറഞ്ഞിട്ടും ഞാനത് ചെവിക്കൊണ്ടില്ല. സാലി കളിക്കല്ലേ. ഇറ്റ്സ് നോട്ട് ഫണ്ണി എനിമോർ. ഓക്കെ, പിള്ളേരെ തമാശയാ? ഞാൻ എന്താ പൊട്ടിയാണോ? സാലി why are you fucking laughing? അൺപാർലമെന്ററി ആയിട്ടുള്ള പദങ്ങൾ പ്രയോഗിക്കരുത്. എടാ സീരിയസ്ലി എനിക്ക് സംസാരിക്കണേ, നീ ആ ക്യാമറ മാറ്റ്. ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ് ഇപ്പൊ. എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. മറ്റേത് ഞാൻ മറക്കോ? ഹാപ്പി ആനിവേഴ്സറി ഓഫ് 6 month. മോനെ, രംഗച്ചേട്ടൻ കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിക്കും. ചെറുക്കി എന്നിട്ട് എന്താ ഒരു സന്തോഷമില്ലാത്ത? ഒരു ദിവസത്തെ മൂഡ് മൊത്തം കളഞ്ഞിട്ട് ഹാപ്പി ആനിവേഴ്സറി എന്നും പറഞ്ഞ് ഗിഫ്റ്റ് കൊണ്ടത് എനിക്ക് താല്പര്യമില്ല. ഇത്ര എക്സ്പെൻസീവ് ആയിട്ട് ഗിഫ്റ്റ് ഒക്കെ മേടിച്ചിട്ട് വെറുതെ എന്റെ മൂഡ് കളഞ്ഞ് തന്നിട്ട് എന്തിനാ? കണക്കില്ലാത്ത പണമുള്ളത് കൊണ്ടല്ല ഞാനിതൊക്കെ ചെയ്യുന്നത്, പിന്നെ മനസ്സിന്റെ ഒരു തൃപ്തി. എന്താണ് അൽഫി, നമ്മള് വീഡിയോ ഒക്കെ ചെയ്തല്ലേ, ചുമ്മാ സീൻ എടുക്കല്ലേ നീ. ഓക്കെ, എന്നിട്ടും പിണക്കം മാറില്ലെങ്കിൽ ഇതാ ഇതൂടെയും പൊട്ടിച്ചോക്ക്. ഇതില് നിന്റെ പിണക്കം മാറും. ഒരടവും ഫലിക്കാതെ വരുമ്പോ പൂഴിക്കടകൻ നീ കേട്ടിട്ടുണ്ടോ? അവസാനം ഞാൻ അവനെ ഇറക്കി. ആ മനുഷ്യഹൃദയം കണ്ടോ? ഐസ് കട്ട പോലെ അലിഞ്ഞുപോയി. ഇത് നമ്മൾ എന്താ പേരിടാൻ പോകുന്നത് ബേബി? ഉൽപ്പലാക്ഷ പുണ്ടരീകാക്ഷ മാർക്കണ്ഡേയാന്ന്. ഇതൊക്കെ നീ വേറെ ഒരു നല്ല ദിവസം നീ തന്നാ മതി. ഇതൊക്കെ നീ ഇപ്പൊ വേണ്ട. കിഴക്കൊന്നും വന്നുമില്ല, ഒറ്റാലി കിടന്നതും പോയി എന്ന് പറഞ്ഞ മാതിരിയായി. ഞാൻ റെഡിയാക്കി ബൈ, ലവ് യു. ഞാൻ റെഡിയാക്കി എടുക്കും, പ്രോമിസ്. സെറ്റാണ്, റെഡിയാക്കാം. ശരിയാക്കാം. ഇതൊക്കെ ഞാൻ പറഞ്ഞ് തീർത്തോളാം.